ഈ ലോഹത്തൊഴിലാളിയെ നിലയ്ക്ക് നിർത്തുവാൻ ആരുമില്ലേ? താമരശ്ശേരി രൂപതാ ബിഷപ്പ് മതകോടതി സ്ഥാപിച്ച് അദ്ദേഹത്തിന്റെ തെമ്മാടിത്തരങ്ങളെ ചോദ്യം ചെയ്ത അജി പുതിയപറമ്പിൽ എന്ന വൈദികനെ കുറ്റവിചാരണ ചെയ്യുവാനുള്ള നടപടികൾ വളരെയേറെ വിമർശനം ഉയർത്തിയിരുന്നു. അനധികൃത പാറപ്പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഈ അലവലാതി ബിഷപ്പ് വിശ്വാസികളുടെ കടുത്ത എതിർപ്പുകളെ തുടർന്ന് ഒന്നൊതുങ്ങും എന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല. ഇപ്പോൾ വീണ്ടും ഇതാ വിചാരണ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. വൈദികനായ തോമസ് പുതിയപറമ്പിലിനെ കുറ്റവിചാരണ ചെയ്യുന്നതിന് ജോർജ് മുണ്ടനാട്ട് മുഖേന മൂന്നാം തവണയും സമൻസ് നൽകിയിരിക്കുകയാണ്. 20/4/2024 അതായത് നാളെ വിചാരണ കോടതിയിൽ ഹാജരാകുവാനാണ് സമൻസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വൈദികനായ അജി യേശുക്രിസ്തുവിന്റെ കൽപ്പനകളെ അനുസരിക്കുകയും രൂപതയിലെ ക്രിസ്തുവിനെ അറിയാത്ത തീവട്ടി ബിഷപ്പിന്റെ കൽപ്പനകളെ നിരസിക്കുകയും ചെയ്തു എന്നതാണ് കുറ്റാരോപണം. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും സ്വന്തം ജീവിതം അനേകർക്ക് സമർപ്പിക്കുവാനുമാണ് അപ്പോസ്തല പിൻഗാമികളെന്ന് സ്വയം വിശേഷിപ്പിച്ച് മെത്രാന്മാർ നൈറ്റിയും ഇട്ട് അംശവടിയും പിടിച്ച് ഇറങ്ങിയത്. അതുപോലെ യജമാനത്വം പുലർത്തരുതെന്നും പ്രമാണിത്വം ചമയരുതെന്നും അധികാരം പ്രയോഗിക്കരുതെന്നും ഭരണം നടത്തരുതെന്നും യേശുക്രിസ്തു കൽപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ പൂച്ചാണ്ടി ഫാൻസി ഡ്രസ് വേഷധാരികൾ അന്യൻ വിയർക്കുന്ന അപ്പവും ഭക്ഷിച്ച് പളവളത്ത ലോഹയും ഇട്ട് അണ്ടിപ്പരിപ്പും വൈനുമടിച്ച് വിശ്വാസികളുടെ നെഞ്ചത്ത് കയറുകയാണ്. അവരെ ഭരിക്കുകയാണ് ഈ മെത്രായോളികൾ. ഇപ്പോൾ രാജ്യത്ത് ശക്തമായ ഒരു ഭരണഘടന ഉണ്ടെന്നിരിക്കെ, പൗരന്മാർക്ക് മൗലിക അവകാശങ്ങൾ ഉണ്ടെന്നിരിക്കെ, ക്രിസ്തീയതയ്ക്കും ഇന്ത്യൻ ഭരണഘടനയ്ക്കുമെതിരായി വത്തിക്കാൻ രാഷ്ട്രത്തിൻ്റെ മെത്രാനുണ്ടാക്കിയ ഏകാധിപത്യ ഭരണമായ കാനൻ നിയമം എന്ന കാടൻ നിയമവുമായി ഇറങ്ങിയിരിക്കുന്ന ഈ മെത്രായോളികളെ നിലയ്ക്ക് നിർത്തുവാൻ ഇന്ത്യ മഹാരാജ്യത്ത് ആളുകളില്ലേ എന്നതാണ് ചോദ്യം. കിങ്ഡം വിതിൻ ദ കിങ്ഡം എന്ന് പറയുന്നത് പോലെ രൂപതകൾ തോറും വത്തിക്കാൻ രാഷ്ട്ര കോടതികളും കോടതി നടപടികൾക്ക് കോർട്ട് ഫീസും കുറ്റവിചാരണകളും ഫൈനും ശിക്ഷാവിധികളും രൂപതാമെത്രന്മാർ സമാന്തരമായി ഈ രാജ്യത്ത് പ്രാബല്യത്തിലാക്കിയിരിക്കുകയാണ്. ഈ നിയമങ്ങളെയോ ഇവയിൽ നിന്നുളവാകുന്ന കാര്യങ്ങളെയോ സംബന്ധിച്ച് ഈ മെത്രായോളികളെ ആശ്രയിക്കുകയല്ലാതെ ഉണ്ണവിശ്വാസികൾക്ക് ഇവയെ എതിർക്കുന്നതിനോ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ മുഖേന ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കുവാനോ പാടില്ല എന്ന് വിലക്കിയിരിക്കുകയാണ് ഇവറ്റകൾ. ജനാധിപത്യ പരിഷ്കൃത രാജ്യത്ത് നടമാടുന്ന ഇത്തരം ക്രൂരതകൾക്കെതിരെ സർക്കാരും ജുഡീഷ്യറിയും നടപടികൾ സ്വീകരിക്കാത്തത് മൂലം കുറ്റകൃത്യ പരമ്പരകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇത് ഭരണകർത്താക്കളുടെ സത്യപ്രതിജ്ഞാ ലംഘനവും ഭരണഘടനാ ലംഘനവും സ്വതന്ത്ര പരമാധികാര രാജ്യമായ ഭാരതത്തോടുള്ള കൂറില്ലായ്മയുമാണ് എന്നാണ് കാത്തലിക് ലേമൻസ് അസോസിയേഷൻ കേരള സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ നാളെ ഉപ്പുപ്പാ ബിഷപ്പിന്റെ മതകോടതിയിൽ ഹാജരാകുവാൻ പോകുന്ന വൈദികൻ അജി പുതിയപറമ്പിലിന്റെ പ്രതികരണം നമുക്കിപ്പോൾ കേൾക്കാം. നാളെ അവർ സമൻസ് അയച്ചിട്ടുണ്ട്, നാളെ ഹാജരാകാൻ പറഞ്ഞ്. അപ്പൊ നാളെ അവിടെ 3 മണിക്ക് ഹാജരാവണം. 3 മണിക്ക് ഹാജരായി കഴിഞ്ഞാൽ പിന്നെ കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അതനുസരിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യാം, സാക്ഷികളുടെ പേര് കൊടുക്കാം, എനിക്ക് സാക്ഷികൾ ഉണ്ടെങ്കിൽ, പിന്നെ എവിഡൻസ് ഉണ്ടെങ്കിൽ, അതായത് തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അവര് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന ചാർജുകൾ ഇതല്ലേ, കലാപ ആഹ്വാനം നടത്തി, അനുസരണക്കേട് കാണിച്ചു, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കുറ്റം. അനുസരണക്കേട് കാണിച്ചു എന്നുള്ളതാണ്. കുറ്റവിചാരണ താമരശ്ശേരി രൂപതയിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. കേരളത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവും മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നിട്ടും ഇവരിത് പ്രൊസീഡ് ചെയ്യുകയാണല്ലേ? പ്രൊസീഡ് ചെയ്യാണ്. നിലവിലുള്ള ഒരു നിയമ സംവിധാനത്തെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളുടെ തീരുമാനമായിട്ട് മുന്നോട്ട് പോകും, ആരുണ്ട് ഇവിടെ തടയാൻ എന്നുള്ള ഒരു ഭാവത്തിലാണ് പോകുന്നത്. അവർ മുന്നോട്ട് പോവുകയാണ്, അതെന്ത് വന്നാലും മുന്നോട്ട് പോകും. അന്നേരം ഒരു അച്ഛന്റെ നിലപാട് എന്താണ്? ഈ ഒരു സഭയുടെ ഈ ഒരു നിലപാടിനോട് നമ്മൾ ഇതിനോട് സഹകരിക്കുമോ അതോ എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു നിലപാടിനോട്? ഞാൻ തീർച്ചയായിട്ടും ഇതിനോട് സഹകരിക്കണമെന്നാണ് തന്നെയാണ് തീരുമാനിക്കുന്നത്. എന്തെങ്കിലും നീതി പ്രതീക്ഷിച്ചിട്ടല്ല. കാരണം ഇവിടെ ജഡ്ജിയും വക്കീലും ആരാച്ചാരും എല്ലാം ഒരാളാണ്. സഭാ നിയമത്തിൽ കുറ്റം തീരുമാനിക്കുന്നതും കോടതി സ്ഥാപിക്കുന്നതും ജഡ്ജിമാരെ നിയമിക്കുന്നതും കുറ്റപത്രം തയ്യാറാക്കുന്ന ആളെ നിയമിക്കുന്നതും എല്ലാം ബിഷപ്പാണ്. അതുകൊണ്ട് ബിഷപ്പിന്റെ നേതൃത്വത്തിലാണ് എല്ലാ കാര്യവും നടക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. വിധിയൊക്കെ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ്. ആടുജീവിതത്തിലെ കഫീല് എന്ന് പറഞ്ഞതുപോലെ അവർ ഭയപ്പെടുത്തുകയാണ്. ഇനി അതായത് കേരളത്തിലുള്ള 10,000-ഓളം വൈദികരുണ്ട്, 30,000-ഓളം സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവരോടൊക്കെ കൊടുക്കുന്ന താക്കീതാണ്, നിങ്ങൾ അനങ്ങരുത്. ഇനി എന്തെങ്കിലും ഞങ്ങളുടെ അനീതിയോ അഴിമതിയോ എന്തെങ്കിലും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങളുടെയും ഗതി ഇത് തന്നെയായിരിക്കും
എന്ന് ഉള്ള ഒരു ശക്തമായ താക്കീതാണ് ഇത്. ഇന്ത്യയിൽ നമ്മുടെ ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, ഇവിടെ അനുശാസിക്കുന്ന നിയമമുണ്ട്. അതിനെല്ലാം കാറ്റിൽ പുറത്തെ ഈ സഭയുടെ, അതായത് ഇന്ത്യൻ ജുഡീഷ്യറിയെക്കാളും അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളെക്കാളും ഈ വത്തിക്കാൻ നിയമങ്ങളെ, അതല്ലെങ്കിൽ സഭയുടെ കാനൻ നിയമങ്ങളെ പ്രതിഷ്ഠിച്ച് ഇവിടുത്തെ എന്താ പറയുന്നത്, അതിന്റെ മുകളിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു നടപടിയല്ലേ ഇത് പറഞ്ഞാൽ? അത് തന്നെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, കാനൻ നിയമത്തില് ഒരു വൈദികർക്കോ സന്യസ്തർക്കോ അല്ലെങ്കിൽ സാധാരണ അൽമായർക്കോ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളൊന്നും അതിലില്ല. അതിലുള്ളത് പ്രധാനമായിട്ടും ബിഷപ്പ് തൊട്ട് മുകളിലേക്കുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൽ തന്നെ ഇപ്പം നമുക്ക് തന്നെ ഒരു വക്കീലിനെ വെക്കണമെങ്കിൽ അതൊരു കാനനിസ്റ്റ് അല്ലെങ്കിൽ അതൊരു മാസ്റ്റർ ഡിഗ്രി എങ്കിലും ഉള്ള ആളായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഒരു വക്കീലിനെ വെക്കണമെങ്കിൽ അതൊരു വൈദികനായിരിക്കണമെന്ന് നിയമമുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള വൈദികർ വളരെ ചുരുക്കമാണ്. ഇനി അങ്ങനെയുള്ള ഒരാളെ ഞാൻ വെച്ചാൽ അവർക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാകും. അപ്പോൾ സഭാ നിയമം പറയുന്നത് ഞാൻ ഒരാളെ വെച്ചില്ലെങ്കിൽ പകരം അവരൊരാളെ വെക്കുമെന്നാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തൊരു അല്പം പോലും ഒരു അതിന്റെ അകത്ത് വൈദികർക്കോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനോ ഒന്നും അനുകൂലമായിട്ട് ഇതിനകത്ത് ഇല്ല. സാധാരണക്കാർക്കും അനുകൂലമായിട്ടില്ല. ഏകപക്ഷീയമാണ്. ഇത് പൂർണ്ണമായിട്ടും മാറ്റം വരുത്തണം. ഇതിന്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് ഇനി ഈ നിയമത്തെ സമൂലമായി പരിഷ്കരിക്കണം. കാരണം ഇത് സമൂഹത്തിൽ ചർച്ച ചെയ്യണം. നമ്മുടെ ഇനിയിപ്പോ ഈ നിയമം ഇങ്ങനെ ഒരു കാര്യം നിയമം ഉണ്ടാക്കുമ്പോഴത്തേനും അത് ഇവിടെയുള്ള വിശ്വാസികളുടെ ഇടയിൽ ചർച്ച ചെയ്തിട്ട് വേണം ആ നിയമം പാസ്സാക്കാൻ. എങ്കിൽ മാത്രമേ അത് എല്ലാവർക്കും നീതി നൽകുന്ന ഒരു നിയമമായിട്ട് മാറുകയുള്ളൂ. മനസ്സിലായി. അന്നേരം ഇതെന്ന് പറഞ്ഞാൽ ഇത് സമൂഹത്തിന് വളരെ എന്താ പറഞ്ഞ ഒരു ക്രൈസ്തവ സഭയെ വീണ്ടും ആ പഴയ ഒരു ഇൻക്വിസിഷൻ കാലഘട്ടത്തിലേക്ക് ഇവര് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ എന്താ പറഞ്ഞ രണ്ടായിട്ട് വലിച്ചു കീറുക അല്ലെ എണ്ണയ്ക്കകത്ത് മുക്കുക എന്ന് പറയുന്ന പണി മാത്രം ചെയ്യുന്നില്ലെന്നല്ലേ ഉള്ളൂ, ബാക്കി എല്ലാം ഇതിനകത്തുണ്ടല്ലോ അല്ലേ? അതായത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നൽകിയ 10 വിലക്കുകൾ ഞാൻ അന്നേ ചൂണ്ടിക്കാണിച്ചു. ഈ 10 വിലക്കുകൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ റൈറ്റുകളെയും അവകാശങ്ങളെയും ഹനിക്കുന്നതാണ്. ഈ പരിഷ്കൃത ലോകത്തില് ഏകാധിപത്യ രാജ്യങ്ങൾ പോലും അങ്ങനത്തെ വിലക്കുകൾ നൽകുന്നില്ല. അപ്പോൾ ഈ സമൂഹത്തില് പ്രകാശമാകേണ്ട ഒരു സഭയുടെ അധികാരിയിൽ നിന്ന് അങ്ങനെ വിലക്കുകൾ വരുമ്പോൾ മറ്റനേകം ആളുകൾ സംശയിക്കുകയാണ് ഈ സഭ വീണ്ടും അപരിഷ്കൃതമായ ആ മധ്യകാലഘട്ടത്തിലേക്ക് തിരിച്ചു നടക്കുകയാണ് എന്ന്. അന്ന് നടത്തിയ ആ ക്രൂരതകൾക്കെല്ലാം സഭ മാപ്പ് പറയുകയുണ്ടായി 2000 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അപ്പോൾ വീണ്ടും ഈ പരിഷ്കൃത ലോകത്തിൽ ഇതുപോലെയുള്ള അപരിഷ്കൃത നടപടികൾ നടത്തുന്നത് സഭയുടെ പ്രതിച്ഛായയെ ബാധിക്കും. മറ്റുള്ളവര് സഭയെപ്പറ്റി വളരെ മോശമായ രീതിയിൽ ചിന്തിക്കും. അതുകൊണ്ട് ഇത്തരം നടപടികൾ അപരിഷ്കൃതമാണ്. അത് സഭയുടെ തൽപ്പേരിന് കളങ്കം ചാർത്തുന്നതാണ്. ഒരു സംശയമില്ല. അത് ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അതായത് വിശ്വാസികളുടെയും പൊതുസമൂഹത്തിന്റെയും മുമ്പിൽ ഒന്നാമതേ ഇവരുടെ ചെയ്തികൾ കൊണ്ട് സഭയിൽ നിന്ന് മാത്രമല്ല ദൈവത്തിൽ നിന്ന് തന്നെ വിശ്വാസികൾ അകലുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അന്നേരം ഇത്തരത്തിൽ ഇവരുടെ ഈ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് തന്നെ വിശ്വാസികൾ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ തന്നെ ഇവരുടെ നില വളരെ പരിതാപകരമാണ്. ഒരു വിശ്വാസി എപ്പോഴും നോക്കുന്നത് അവരുടെ നേതാവായിട്ടുള്ള ഒരു പുരോഹിതനിലേക്കാണ്, അല്ലെ ഒരു മെത്രാനിലേക്കാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾക്ക് ദൈവത്തിലുള്ള വിശ്വാസമാണ് നഷ്ടപ്പെടുക. അതിൽ പ്രത്യേകിച്ച് യുവജനങ്ങളാണ് ഇന്ന് കൂടുതലായിട്ടും അവർ സഭയിൽ നിന്ന് അകലുന്ന ഒരുപാട് പേരുണ്ട്. ചിലവർക്ക് അവർ പറയുകയാണ്, ഇപ്പൊ ഇവർ ഈ പറയുന്നതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യുന്നതെങ്കിൽ ഇവർ പ്രഘോഷിക്കുന്ന ദൈവത്തിൽ ഞങ്ങൾ എന്തിനു വിശ്വസിക്കണം എന്ന് സാധാരണ യുവജനങ്ങൾ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള പുരോഹിതരുടെ, ആരും ആയിക്കോട്ടെ, പുരോഹിതരുടെ അല്ലെ പുരോഹിത ശ്രേഷ്ഠരുടെ തെറ്റായ ജീവിത രീതി കൊണ്ടാണ് മറ്റുള്ള ഒരു വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നത്. കേരള സഭയെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, സമൂഹത്തിൽ വെറുപ്പ് വിതയ്ക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വിഭജനത്തിന്റെ കാര്യങ്ങൾ, മറ്റ് സർവലങ്ങാട്ട് സിസ്റ്റേഴ്സിന് നേരിടേണ്ടി വന്ന പീഡനങ്ങൾ, ഇവിടുത്തെ ലാൻഡ് വിവാദം, പ്രത്യേകിച്ച് ഈ എറണാകുളം രൂപതയിലെ, ഇതെല്ലാം ആളുകളുടെ ഇടയിൽ ധാരാളമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് സഭയെ പറ്റിയും ദൈവവിശ്വാസത്തിനെ പറ്റിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അങ്ങേക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതായത് ഇപ്പം കേരളത്തിലെ സഭയുടെ അധ്യക്ഷൻ തന്നെ കഴിഞ്ഞ ദിവസം മാറുകയുണ്ടായി. അപ്പോൾ പുതിയ ആള് ഇപ്പൊ ആലഞ്ചേരി മാറി പുതിയ തട്ടിൽ ബിഷപ്പ് വന്നപ്പോൾ ഇതിനകത്തൊരു മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ മെത്രാന്മാർക്ക് മൂക്കുകയറിടും
എന്ന് അങ്ങ് പ്രതീക്ഷിച്ചോ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ആള് മാറിയാലും ഇതിന് സ്ട്രക്ചറിന് ഒരു മാറ്റവും വരുന്നില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെയേറെ പരിശ്രമിച്ചിട്ടാണ് കുറെയെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് പോലും പലതും സാധിക്കുന്നില്ല. ഇവിടെയും ആള് മാറിയതിന്റെ പേരിൽ എന്തെങ്കിലും മാറ്റം ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുമില്ല. ഇവിടെ മാറ്റം വരണമെങ്കിൽ മാറ്റം വരേണ്ടത്, അല്ലെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് വരേണ്ടത് ഇവിടുത്തെ സാധാരണക്കാരും വൈദികരും സിസ്റ്റേഴ്സുമാണ്. അവരിലൂടെ മാത്രമേ എന്തെങ്കിലും മാറ്റം കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുകൾ തട്ടിൽ നിന്ന് മാറ്റം എളുപ്പമല്ല. താഴെ തട്ടിൽ നിന്ന് മാറ്റത്തിനുള്ള മുറവിളി വരുമ്പോൾ ഇവർക്ക് മാറിയേ പറ്റൂ. അതുപോലെ നാളെ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഔട്ട്കം എന്താണ്? അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എന്തൊരു ഔട്ട്കമാണ് നാളെ എക്സ്പെക്ട് ചെയ്യുന്നത്? ഞാൻ പൊതുവായിട്ട് ഉള്ള ഇതിൽ നിന്ന് യാതൊരു നീതിയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതാണ് പൊതുവായിട്ട് പറയാനുള്ളത്. എങ്കിലും ഇതിനോടെല്ലാം ഞാൻ സഹകരിക്കും. കാരണം ക്രിസ്തുവും ഇതുപോലെയുള്ള ഒരു മത കോടതിയുടെ മുമ്പിൽ ഹാജരായതാണ്, സാൻഹെദ്രീന്റെ മുമ്പിൽ ഹാജരായതാണ്. ക്രിസ്തു എന്തെങ്കിലും നീതി പ്രതീക്ഷിച്ചല്ല അവിടെ പോയത്, അല്ലെങ്കിൽ ക്രിസ്തു അതിന് മുന്നിൽ നിന്നുകൊടുത്തത്. ചില കാര്യങ്ങൾ പൂർത്തിയാകാൻ വേണ്ടിയിട്ട് നമ്മളും ചില സഹനങ്ങൾക്ക് വിധേയരാകേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ പോകും, അതിൽ പങ്കെടുക്കും. പ്രത്യേകിച്ച് എന്തെങ്കിലും നീതി ഉണ്ടാകുമെന്ന് ഞാൻ ഒട്ടുമേ പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, അങ്ങേക്ക് എല്ലാവിധ ആശംസകളും. ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണ അങ്ങേക്ക് ഉണ്ടായിരിക്കും. എല്ലാവിധ ആശംസകളും ഇക്കാര്യത്തിൽ ഞങ്ങൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഇത്രയും അഹങ്കാരം കാണിക്കുന്ന രൂപതയിലിരിക്കുന്ന ഈ മെത്രായോളിയുടെ മെനകെട്ട അരമനയിൽ വൈദികർ കയറി ചെല്ലണം. എന്നിട്ട് കുപ്പായമൂരി കീറിപ്പറിച്ച് അവൻ്റെ മുഖത്തിടണം. എന്നിട്ട് പറയണം, ഞങ്ങൾക്ക് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ മെനകെട്ടവനെ, നിന്റെ അച്ചാരൻ ഞങ്ങൾക്ക് എന്തിനാണ്? മതകോടതിയിലെ വിധി 4 മടക്കി നിന്റെ പിതാവുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊണ്ട കൊടുക്ക് എന്ന് ബഹുമാനപൂർവ്വം പറയണം. പോയി പണിയെടുത്ത് ജീവിക്കടാ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരണം. ഇതാണ് ഈ നൈറ്റ് തൊഴിലാളിക്കാരന്മാർക്കുള്ള കൊടുക്കുവാൻ പറ്റിയ ബെസ്റ്റ് ശിക്ഷ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.